ഇന്ന് നമ്മൾ ഈ കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു ഈസി സ്നാക്കാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നില്ല, ഇതിൽ പകുതി മാത്രം എടുക്കുന്നേ ഉള്ളൂ. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയിട്ട് അത്യാവശ്യം നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നിങ്ങനെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. കടലപ്പൊടി ആകുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു തിക്കായിട്ട് തോന്നുമെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്തിട്ട് ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കവർ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററാണ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ കോളിഫ്ലവർ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കോളിഫ്ലവർ ബജ്ജി ആട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ഒരു കടലപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ കോളിഫ്ലവർ അല്ലാതെ ഈ സ്ട്രീറ്റ് ഫുഡായിട്ട് കാണുന്ന രീതിയിൽ അങ്ങനെയാണല്ലോ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു സൈഡ് ചെറുതായിട്ടൊന്നിങ്ങനെ കുക്കാവുന്ന സമയത്ത് നമ്മളൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 3-4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് വരുവേ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് കുക്കാവുന്ന സമയത്ത് നമ്മൾ ഇതിന്ന് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമ്മൾ ബാക്കിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുക. കോളിഫ്ലവർ നമ്മൾ നേരത്തെ തന്നെ ഹാഫ് കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും, ഇതുപോലെ ഫ്രൈ ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെറിയ പീസായിട്ട് എടുക്കുക, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ബാറ്ററും കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിലൊക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.